സമുദ്രത്തിൽ മുങ്ങിപ്പോയ പുരാതന നഗരമായ ദ്വാരക സത്യത്തിൽ ഉള്ളതാണോ? കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ പഞ്ച്കുയി ബീച്ചിൽ നിന്ന് സ്ക്യൂബ ഡൈവിങ്ങിന് പോയി വന്ന് കൃഷ്ണന്റെ ഇതിഹാസം ഉൾക്കൊള്ളുന്ന ദ്വാരകയിൽ ചിലവഴിച്ച നിമിഷങ്ങളെക്കുറിച്ച് പറഞ്ഞത്. സമുദ്രത്തിൽ മുങ്ങിപ്പോയ ദ്വാരകാ നഗരത്തിലെത്തി പ്രാർത്ഥിക്കുക എന്നത് ഭക്തി നിർഭരമായ അനുഭവമായിരുന്നു. ആധ്യാത്മിക പെരുമയുടെയും കാലാതീതമായ ഭക്തിയുടെയും പുരാതന യുഗത്തിലേക്ക് അടുപ്പിക്കപ്പെട്ടതായി എനിക്ക് അനുഭവപ്പെട്ടു. മോദിയുടെ വാക്കുകളാണിവ. എന്താണ് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ദ്വാരകയുടെ കഥ? അങ്ങനെ ഒരു നഗരം സത്യത്തിൽ ഉണ്ടോ? കെട്ടിച്ചമച്ച വെറും കെട്ടുകഥകൾ മാത്രമാണോ ഈ ദ്വാരക? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്താണെങ്കിലും കമന്റിൽ രേഖപ്പെടുത്തൂ. ഹിന്ദു മതത്തിന്റെ പ്രധാനപ്പെട്ട 4 തീർത്ഥാടക കേന്ദ്രങ്ങളിലെ ഒന്നാണ് ദ്വാരക. ഐതിഹ്യമനുസരിച്ച് ഗുജറാത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് കൃഷ്ണ നഗരമായ ദ്വാരക സ്ഥാപിച്ചത്. ദ്വാരക നഗരം എങ്ങനെയുണ്ടായി എന്നതിന് പിന്നിലെ ഒരു കഥ പറയാം. ശ്രീമദ് ഭാഗവതത്തിലെ വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച് ദ്വാരകയെക്കുറിച്ച് പറയുന്നത് മധുരയെ നിരന്തരം ആക്രമിക്കുന്ന മഗധ ഭരണാധികാരിയായ ജരാസന്ധനോടുള്ള പ്രതികാരമായാണ് ദ്വാരകാ നഗരം നിർമ്മിച്ചത്. തന്റെ വംശത്തിനു മേലുള്ള കൂടുതൽ ആക്രമണങ്ങൾ തടയാൻ ഭഗവാൻ കൃഷ്ണൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒരു പ്രത്യേക നഗരം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. മഹാനായ വാസ്തുശില്പിയായ വിശ്വകർമ്മയാണ് ഈ ആശയത്തിന് പിന്നിൽ ജീവൻ നൽകിയത്. പുരാതന ഗ്രന്ഥങ്ങൾ അനുസരിച്ച് കുശസ്ഥലി എന്ന സ്ഥലത്തിനടുത്താണ് കൃഷ്ണൻ ദ്വാരക നിർമ്മിച്ചത്. നഗരം അതിവേഗം പ്രശസ്തിയിലേക്ക് ഉയരുകയും ഏകദേശം 900 കൊട്ടാരങ്ങളിലായി ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ശ്രീകൃഷ്ണ ദൗത്യത്തിന്റെ തടയാനാവാത്ത കേന്ദ്രമായി ദ്വാരക മാറി. സംസ്കൃതത്തിൽ സ്വർഗത്തിലേക്കുള്ള കവാടം എന്നർത്ഥം വരുന്ന ആധുനിക നഗരമായ ദ്വാരക ഗുജറാത്തിന്റെ വടക്ക് പടിഞ്ഞാറായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കാംബെ ഉൾക്കടലിൽ 36 മീറ്റർ, അതായത് 120 അടി താഴെയായി വെള്ളത്തിനടിയിൽ കണ്ടെത്തിയ പുരാവസ്തു അവശിഷ്ടങ്ങൾക്ക് ഏകദേശം 9000 വർഷത്തിലധികം പഴക്കമുണ്ടാകാമെന്ന് സമുദ്രശാസ്ത്രജ്ഞർ പറയുന്നു. ഉപഭൂഖണ്ഡത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും പഴക്കമുള്ള അവശിഷ്ടങ്ങൾ 5000 വർഷത്തിലേറെ മുമ്പുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നു. നിർമ്മാണ സാമഗ്രികൾ, മൺപാത്രങ്ങൾ, ചുവരുകളുടെ ഭാഗങ്ങൾ, മുത്തുകൾ, ശില്പങ്ങൾ, മനുഷ്യന്റെ എല്ലുകളും പല്ലുകളും ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളുടെ കാർബൺ ഡേറ്റിംഗ് ഏകദേശം 9500 വർഷം പഴക്കമുള്ളതായാണ് ഗവേഷകർ പറയുന്നത്. ഇത് സുമേറിയൻ നാഗരികതയേക്കാൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതുമാണ്. കൂടാതെ പുരാതന ഹാരപ്പൻ നഗര സംസ്കാരങ്ങളെക്കാളും പഴക്കമുള്ളതാണ് ഈ നഗരമെന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നു. മഹാഭാരതം, ശ്രീമദ് ഭഗവത്ഗീത, ഹരിവംശം, സ്കന്ദപുരാണം, വിഷ്ണുപുരാണം എന്നിവയുൾപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങളിൽ ദ്വാരകയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ദ്വാരകയിൽ 9 ലക്ഷം കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അവയെല്ലാം സ്ഫടികവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ചതും മരതകം കൊണ്ട് അലങ്കരിച്ചതുമാണ്. വലതുഭാഗത്ത് 2, ഇടതുഭാഗത്ത് 4 എന്നിങ്ങനെ 6 ബ്ലോക്കുകളിലായാണ് ഈ നഗരം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നഗരം വളരെ നന്നായി ആസൂത്രണം ചെയ്യപ്പെട്ട് നിർമ്മിച്ചതാണ്. അവ പാർപ്പിട, വാണിജ്യ മേഖലകളായി പ്രത്യേകം തിരിച്ചിരിക്കുന്നു. മനോഹരമായ വലിയ റോഡുകൾ, പൂന്തോട്ടങ്ങൾ, കൃത്രിമ തടാകങ്ങൾ എന്നിവയായിരുന്നു സത്യത്തിൽ ദ്വാരക നഗരം. 9000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വലിയ വെള്ളപ്പൊക്കത്തിലാണ് ഇത് മുങ്ങിപ്പോയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗുജറാത്തിലെ ജാംനഗർ ജില്ലയിൽ ആധുനിക ദ്വാരകയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന ബെറ്റ് ദ്വാരക ദ്വീപിന് ചുറ്റുമായിട്ട് 1930കളിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് പ്രാരംഭ ഖനനം ആരംഭിച്ചു. 1960കളിൽ കൂടുതൽ ഖനനങ്ങൾ നടത്തിയെങ്കിലും കൃത്യമായ ഫലങ്ങൾ ലഭിച്ചില്ല. 1979ൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മറ്റൊരു ഖനനവും നടത്തി. ഈ സമയത്ത് വളരെ കാലപ്പഴക്കം ചെന്ന മൺപാത്രങ്ങൾ കണ്ടെത്തി. കൂടാതെ പുരാവസ്തു ഗവേഷകർ ഉറപ്പിച്ച അടിത്തറയുള്ള ഒരു കെട്ടിടവും കണ്ടെത്തി. 1983നും 1990നും ഇടയിൽ നദീതീരങ്ങളിൽ പുരാതന നഗര മതിലുകൾ പണിതിരിക്കണം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. 500-ലധികം പുരാതന വസ്തുക്കളാണ് ഈ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തത്. ചില സാമ്പിളുകളും തീയതി ഘടകങ്ങളും 2000 വർഷത്തെ സാംസ്കാരികപരമായ പിന്തുടർച്ച ഇവിടങ്ങളിലെല്ലാം നിലനിന്നിരുന്നു എന്ന് ശക്തമായി സ്ഥാപിക്കുന്നു. ഈ കണ്ടെത്തലുകളുടെ യഥാർത്ഥ തീയതി സംബന്ധിച്ച് തർക്കങ്ങൾ ഇപ്പോഴും തുടർന്നു വരികയാണ്.